പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചപ്പോഴേ എടുത്ത വീഡിയോ ആയിട്ട് ഇത്. പണ്ട് കാലത്ത് നമുക്ക് തെറിവാക്കുകളോ അങ്ങനെയുള്ള പൊളിവാക്കുകളൊക്കെ പറയുമ്പോൾ ഭയങ്കര ആക്ഷേപമായിരുന്നു ഇല്ലേ? അത് നമ്മൾ മക്കളെയൊക്കെ ആണെങ്കിലും പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കട എന്നും പറഞ്ഞ് നമ്മുടെ കാരണവന്മാർ വഴക്ക് പറയായിരുന്നു. പരമാവധി ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ കാരണവന്മാരും ഒന്ന് ശ്രദ്ധിക്കായിരുന്നു. ചില വീട്ടിലുണ്ട് കേട്ടോ ഇങ്ങനെ പറയുന്നവർ, എന്നാലും പരമാവധി നമ്മുടെ മക്കളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ പറയുന്ന വലിയ സംഭവമായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ചിലർ പറയുന്ന ചില വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല തെറിയൊക്കെ പറഞ്ഞിരുന്ന വീഡിയോ ചെയ്യുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ. അപ്പം അതൊക്കെയാണ് വലിയ റീച്ച് കിട്ടുന്ന സംഭവങ്ങൾ, വലിയ സംഭവമായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് പറയും. കാലം മാറി ഇല്ലേ, അത് മനസ്സിലാക്കിയാൽ മതി. പണ്ട് കാലത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് അവനൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ കൂട്ടുകാർ എല്ലാം ആശുപത്രിയിൽ നിൽക്കും. അവനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ട് എത്തിക്കുന്നവരെ കൂടെ നിൽക്കുമായിരുന്നു അല്ലേ? അവൻ എന്നാ വേണേലും ചെയ്തു കൊടുക്കും, അങ്ങനെ കൂടെ നിൽക്കുമായിരുന്നു. ഇന്നിപ്പോൾ ആരെങ്കിലും സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അവൻ്റെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് അത് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഒന്ന് വീഡിയോ ഇടും ഇല്ലേ? റീച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കും. കുറേ എല്ലാവർക്കും തന്നെ ഇപ്പം ഉള്ളതല്ലേ യൂട്യൂബ് ചാനലൊക്കെ. അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പം അതിന് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവൻ്റെ വീട്ടിൽ പോവുകയും ചെയ്തു. എടാ എനിക്ക് തിരക്കൊണ്ടറ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ തിരക്കൊണ്ടിട്ടോടി ഞാൻ പോവാം പിന്നെ വരാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും. പണ്ട് വീട്ടുകാരെക്കാളും കാര്യമായിട്ടായിരിക്കും കൂട്ടുകാർ നമ്മളെ നോക്കുന്നത് അല്ലേ? അങ്ങനെയായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ജോലി അന്വേഷിച്ചായിരുന്നു നടക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അന്വേഷിച്ച് അലഞ്ഞ് തിരിഞ്ഞ് എവിടുന്നെങ്കിലും ഒരു ജോലി പിടിക്കുമായിരുന്നു. ഇന്നിപ്പം നമ്മൾ എന്തിനാ പോകുന്നത്? നമ്മുടെ വയറ് കുറയ്ക്കാൻ, എക്സസൈസിന് വേണ്ടിയിട്ട്. ഇരുന്നുള്ള ജോലിയാണ്, അതുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ്, അതുകൊണ്ട് ഇച്ചിരി നേരം നടക്കാമെന്ന് ഓർത്തിറങ്ങിയതാണെന്നും പറഞ്ഞ് രാവിലെ നടക്കാൻ പോകുന്നവരുണ്ട്, വൈകുന്നേരം നടക്കാൻ പോകുന്നവരുണ്ട്. അങ്ങനെയായി ഇല്ലേ? അപ്പം അങ്ങനെ എക്സസൈസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ ജോലി എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാവുന്നതും എന്നാ പറയണേ, വർക്ക് ഫ്രം ഹോമും ഒക്കെ ആയിട്ട് തീർന്നു. അപ്പോൾ വീട്ടിൽ അത്യാവശ്യം പണികൾ നടന്നോളും, ജോലിയും ആകും. അങ്ങനെയായി ഒത്തിരി കമ്പനികൾ അതാണ് പ്രൊമോട്ട് ചെയ്യുന്നതും. ഒത്തിരി കമ്പനികൾ അതങ്ങനെയായി. പിന്നെ എന്നാ പറയണത്, പണ്ടൊക്കെ നമ്മൾ മതിലുകളില്ലായിരുന്നു വീടുകൾക്ക് ഇല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ വീട്ടിൽ നിന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്ത് അപ്പുറത്തെ വീട്ടിൽ ചെല്ലും, അവിടെ കളിക്കും, അല്ലെങ്കിൽ എവിടെയാണോ മിറ്റം കൂടുതലുള്ള അവിടെ നമ്മൾ കളിച്ചു. എന്നിട്ട് അവസാനം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരും. അവിടെ ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് ചോറുണ്ണും. എന്താ കിട്ടണമെന്ന് വെച്ചാൽ അത് കഴിക്കും. ചക്ക, മാങ്ങ, തേങ്ങ എന്ന് വേണ്ട എല്ലാം പൊട്ടിച്ചും പെറുക്കും, അവിടെ ഇരുന്ന് കഴിക്കും. എന്നിട്ട് നമ്മളിങ്ങ് പോരും ഇല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം ചിലപ്പോൾ മിക്കവാറും അപൂർവമായിരിക്കും. ഇന്നിപ്പോഴും എല്ലാവരും ഭയങ്കര മതിലുകൾ കെട്ടി അപ്പുറം വീട്ടിൽ നിൽക്കുന്ന ആരാന്ന് പോലും കാണാൻ പറ്റില്ലാത്ത രീതിയിൽ വലിയ മതിലുകൾ കെട്ടി ആരാണ് താമസിക്കുന്നതെന്ന് പോലും അറിയാൻ മേലാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ. എങ്ങനെയാണെന്നറിയാവോ? അയൽവക്കംകാർ, അതായത് അയൽവക്കത്ത് ആരാ താമസിക്കുന്നതെന്ന് അറിയാൻ മേല. എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ പോലീസുകാരോ അല്ലെങ്കിൽ അയൽവക്കംകാരോ അറിയാം, ആ വീട്ടിൽ നടന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് പലപ്പോഴും അറിയുന്നത്. പലരും ക്യാമറകൾ വെച്ചേക്കുവാണ് വീടിനടുത്തേക്കോ വീടിന് പരിസരത്ത് പോലും ആരും വരാതിരിക്കാൻ, കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് ഇല്ലേ? പേടിച്ചിട്ട് ഒരു വീട്ടിലും കയറി ചെല്ലാനും പറ്റില്ല. കാരണം പെരയ്ക്കകത്ത് വളർത്തുന്ന പട്ടികളും ഇഷ്ടം പോലെയുണ്ട്. ഓരോ വീട്ടിലും 2, 3, 4 ഒക്കെ പട്ടികളെയാണ് വളർത്തുന്നത്. ആ വീട്ടിലെ മുതലാളി, ഉടമസ്ഥൻ എന്ന് പറഞ്ഞ ആൾ പുറത്തായിരിക്കും, പട്ടികളായിരിക്കും അകത്ത്. അവസ്ഥയിലേക്കും ആയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി വീടുകളിലുണ്ട്. ആ വീട്ടിലെ കാരണവന്മാരെ 2 പേരെയും പുറത്തിട്ടിട്ട് മക്കൾ പട്ടീനെ അകത്ത് വളർത്തുന്നത്. കാരണവന്മാരെ നോക്കില്ല, പട്ടിക്ക് നല്ല ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് പട്ടീനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി വളർത്തുന്നവരും ഉണ്ട്. ആ അവസ്ഥയിലേക്കും എത്തി. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജീവിതത്തിലുണ്ടല്ലോ പല സന്ദർഭങ്ങളിൽ നമ്മൾ ഓർക്കും, ജനിക്കുമ്പോൾ ഭയങ്കര സന്തോഷം മാതാപിതാക്കൾക്ക്, കുഞ്ഞുണ്ടായല്ലോ എന്നോർത്തുകൊണ്ട് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യും. മക്കളെ ഉണ്ടായി, നൂലുകെട്ട്, ചരടുകെട്ട് എന്നൊക്കെ പറഞ്ഞ്, മാമോദിസ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. മരിക്കുമ്പോഴും പറയും, അയ്യോ മരിച്ചു പോയല്ലോ, നല്ലവനായിരുന്നു, അങ്ങനെ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള കാലം അയാൾ ഇപ്പോൾ ഒരു 30 വർഷം ജീവിച്ചു, അതാരും അന്വേഷിക്കുന്നില്ല. എങ്ങനെ ജീവിച്ചു എന്ന് പോലും ആർക്കും അറിയത്തില്ല. അയാൾ ഒരു ദിവസം കേൾക്കാൻ പോലും ആരും ചെന്നിട്ടില്ല. പക്ഷെ നല്ല വർത്തമാനം പറയാൻ മാത്രം പലരും ശ്രമിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും പറയും, നല്ല ആളായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു, ആൾ പാവമായിരുന്നു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആൾ പാവമായിരുന്നു, ഭയങ്കരനായിരുന്നു എന്നൊന്നും ആർക്കും അറിയത്തില്ല. അയാൾ എന്ത് മാനസിക വിഷമം അനുഭവിച്ചു എന്നും ആർക്കും അറിയത്തില്ല. എങ്ങനെയാണ് ജീവിച്ചതെന്നും അറിയാതെയാണ് പലരും പലതും പറയുന്നത് ഇല്ലേ? പലപ്പോഴും ഞാൻ പല മരണങ്ങളും ഈ അടുത്ത നാൾ കുറേ മരണങ്ങൾ കണ്ടു. മക്കൾക്ക് വേണ്ടി ജീവിച്ച്
അവസാനം മക്കൾ തിരിഞ്ഞു നോക്കാതെ കട്ടിൽക്കാലെ കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് പറയുന്ന പ്രായമായവരും ക്യാൻസർ വന്ന് അടുത്ത ദിവസം മരിക്കുമെന്ന് മനസ്സിലാക്കി മരണത്തെ കാണാൻ വേണ്ടി കാത്തിരുന്ന് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് പറയുന്ന ആൾക്കാരെയും ഒക്കെ കാണാൻ കേൾക്കാനും ഒക്കെ ഇടവന്നു. അപ്പം അങ്ങനെ ഓർക്കുമ്പോൾ ശരിക്കും സങ്കടം വരുന്നു. ഇവരെ ഒന്ന് കേൾക്കാൻ പോലും ആർക്കും മനസ്സ് തോന്നിയില്ലല്ലോ. ഇവരുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടായിരുന്നോ എന്ന് പോലും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അതാണ് അവസ്ഥ. പിന്നെ ഒരുപാടുണ്ട്, വൃദ്ധസദനങ്ങളിൽ കൊണ്ടേ ആക്കുന്നവരും ഉണ്ട്. ഒരു കണക്കിൽ പറഞ്ഞാൽ അതാ നല്ലത്. അവിടെ ഡോക്ടർമാരുണ്ട്, അവരെ നോക്കിക്കോളും അല്ലേ. അങ്ങനെയെങ്കിലും അതൊരു അവസ്ഥ. പിന്നെയുണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും മിണ്ടാനോ പറയാനോ ഒന്നും സമയമില്ല ആർക്കും ഇല്ലേ. നമ്മുടെ വീടുകളാണെങ്കിലും ഓരോ ഗുഹകൾ പോലെയാണ്. പണ്ടൊക്കെ ഹാളുകളും ബെഡ്റൂമുകൾ ചെറുതും ഹാളുകൾ വലുതുമായിരുന്നു. എല്ലാവരും കൂടെ ഒരു പായിട്ടു അത്തേ കിടന്നു ഉറങ്ങി. നേരം വെളുത്തു. സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തല്ലും കൂടി വഴക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കാണിച്ച്, എന്നാലും സഹോദരന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ സഹോദരൻ എന്നെ അബദ്ധം പറ്റുമ്പോഴാണെങ്കിലും ഭയങ്കര ചേർത്ത് പിടിച്ചും ഒക്കെ നടക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സഹോദരൻ എന്തെങ്കിലും അബദ്ധം പറ്റി അവന് പറ്റട്ടെ എന്നുള്ള രീതിയിലിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. പണ്ടൊക്കെ സ്വീകരണ മുറികൾ വലുതായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ സ്വീകരണ മുറികൾ ചെറുതായി. കാരണം ആൾക്കാരെ സ്വീകരിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ വരുന്നത് നമ്മളിപ്പോൾ വിളിച്ചു വയ്ക്കും, എവിടെ എത്തി, ഭക്ഷണം കഴിച്ചിട്ടാണോ വരുന്നത് എന്ന് ചോദിക്കും. പണ്ടങ്ങനെയാണോ? നേരെ വീട്ടിലേക്ക് വരും, നമ്മുടെ വീട്ടിലുള്ളത് കഴിക്കും. അങ്ങനെയല്ലേ? ഇന്നിപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ ഉള്ളത്, പണ്ടൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ആരെങ്കിലും വരുമ്പോഴൊക്കെ നമ്മൾ വരുമ്പോഴേ നമ്മളെ വീട്ടിൽ എല്ലാ ഭക്ഷണം അപ്പം തന്നെ വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. അമ്മമാർക്കൊക്കെ നല്ല വശമാണ്. എന്തെങ്കിലും ഒരു ചമ്മന്തി അരച്ചോ ഒരു പപ്പടം കാച്ചിയോ ഒരു മുട്ട പൊരിച്ചോ ഒക്കെ ഉള്ള ചോറും കറിയൊക്കെ കൊടുത്ത്, ഉള്ളത് എന്തെങ്കിലുമൊക്കെ കൊടുത്ത്, ഒരു ചക്ക വെട്ടിയാണെങ്കിലും മാങ്ങ കൊടുത്താണെങ്കിലും ഒക്കെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് ആരെങ്കിലും വരുവാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പറയും നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വരണം കേട്ടോ എന്നിങ്ങനെ പറയും. നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാന്ന് പറഞ്ഞാൽ എവിടെയാ വീടെന്നൊന്ന് ചോദിച്ചാൽ മതി, ഇങ്ങോട്ട് വരുവാണോ, കഴിച്ചിട്ടാണോ വരുന്നത് എന്നിങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ. അത് തന്നെയല്ല, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അത് നമുക്ക് പുറത്തു പോയി കഴിക്കാം എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകും. വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായി ഇല്ലേ. അതേപോലെ നമ്മുടെ എനിക്കറിയാവുന്ന കുറേ വീടുകളുണ്ട്, ഇച്ചിരി കാശുള്ളവരാട്ടോ. അവരുടെ വീടുകളിലേക്ക് ആരെങ്കിലും ചെല്ലുവാണെങ്കിൽ, എനിക്കും ഒരു ദിവസം പറ്റിയിട്ടുണ്ട്. അവർ പറയും നമ്മുടെ വീട്ടിൽ കിടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നമുക്ക് പുറത്ത് റൂം എടുക്കാം എന്നിങ്ങനെ പറയും. നമ്മൾ ഉള്ളിടത്ത് അങ്ങനെയുള്ളിടത്ത് പോകാണ്ടിരിക്കുക ഒന്ന്. രണ്ടാമത് ഉള്ളിടത്ത് കിടത്താൻ, പണ്ടാണ് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കിടക്കുക, ഇറയത്ത് വരെ കിടന്നും അല്ലെങ്കിൽ വാർക്കപ്പുറത്ത് കയറിയാണെങ്കിലും നമ്മൾ കിടന്നുറങ്ങുമായിരുന്നു. അന്നൊക്കെ മച്ചുള്ള വീടുകളാണ്, അവിടെയെങ്കിലും കിടന്ന്. ഇന്നങ്ങനെയല്ല. ഇന്ന് നേരത്തെ അങ്ങ് പറഞ്ഞേക്കും എൻ്റെ വീട്ടിൽ ഇച്ചിരി സൗകര്യക്കുറവാണ്, അപ്പം നമുക്ക് പുറത്ത് റൂം എടുക്കാം എന്നിങ്ങനെ പറയുന്ന അവസ്ഥയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു ഇല്ലേ. പിള്ളേരുടെ വിദ്യാഭ്യാസമാണെങ്കിലും പണ്ടൊക്കെ നമ്മളൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആരും അന്വേഷിക്കില്ല, പേനയുണ്ടോ എന്ന് ചോദിക്കും ആകെ മൊത്തം. ഹാൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഹാൾ ടിക്കറ്റ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും. ഇന്നിപ്പം പിള്ളേരെ പഠിപ്പിച്ച് റൂമിൽ ക്ലാസ് റൂമിനകത്തേക്ക് കയറണ വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങാനും മാർക്ക് പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത്. പല കുട്ടികളും ഇനി റിസൾട്ട് വരാൻ പോവല്ലേ, നമുക്ക് കാണാം എത്രയോ മക്കളാണെന്നറിയോ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. കിട്ടുന്ന മാർക്ക് മതി, നമുക്ക് പ്രധാനം അതാണല്ലോ. നമ്മുടെ മക്കൾക്ക് അവരുടെ തലയിലെഴുത്ത് എന്താണല്ലോ ഒരെണ്ണം ഉണ്ട്, അതനുസരിച്ചേ വരുള്ളൂ. അതിപ്പം നമ്മൾ എത്ര തല്ലിക്കൊട്ടി പഠിപ്പിച്ചാലും എത്രയോ പേര്, ഞാൻ ഓർക്കുന്നത് എൻ്റെ കൂടെ പഠിച്ച കുറേ പേര് നല്ല മാർക്കിൽ നന്നായിട്ട് SLCയും +2നും ഒക്കെ ഫുള്ള് മേടിച്ചിട്ട് ഒന്നും അല്ലാതായി ഇരിക്കുന്നവർ. ഓടിൻ്റെ കടയും, ഇപ്പം ഞാൻ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഓടില്ലേ, തറയോടും അല്ലാണ്ട് ഇങ്ങനെ ഒക്കെ ഓടിൻ്റെ കച്ചവടം നടത്തുന്നവരും, ഈ കിണറിൻ്റെ റിങ്ങുകൾ അങ്ങനെയൊക്കെയുള്ള ബാത്റൂമിൻ്റെ മറ്റേ ഇതൊക്കെ സേഫ്റ്റി ടാങ്കിൻ്റെ പരിപാടികളും ഒക്കെ ചെയ്യുന്ന പയ്യന്മാരായിട്ട് നടക്കുന്നു. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. അതിലൊന്നുമല്ല അവരെയൊക്കെ ഞാൻ എന്നിട്ട് എന്നോട് പറയുകയും ചെയ്തു, അവർ ഞങ്ങളൊക്കെ വലിയ നിലയിലെത്തുമെന്ന് ഓർത്ത് ഒന്നും ആയില്ല എന്നിങ്ങനെ പറയുന്ന അവസ്ഥയിലേക്കുമുണ്ട്. അപ്പം അതിലും ഒരു കഥയൊന്നുമില്ല. നമ്മുടെ തലയിലെഴുത്തെന്ന് പറഞ്ഞാൽ അതനുസരിച്ചേ വരുള്ളൂ. നമ്മൾ എത്ര തല്ലി കൊട്ടി പഠിപ്പിച്ചു എന്ന് പറഞ്ഞാലും എത്ര അടി വെച്ച് കൊടുത്താലും ആ വിഷമവും കൂടെ നമ്മൾ അനുഭവിക്കാമെന്നേ ഉള്ളൂ. അങ്ങനത്തെ വിഷമങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പറയുക, ഫാക്റ്റ് പറഞ്ഞു കൊടുക്കുക, എന്താണ് സംഭവം, പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതാ ഗുണങ്ങൾ ഉള്ളത് എന്ന്. പിന്നെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാൻ ശ്രമിക്കുക. അതല്ലാണ്ട് മക്കളെ ഉപദ്രവിക്കുന്നതൊന്നും അത്ര ശരിയായ നടപടിയല്ല. അവർ വേറൊരു പേഴ്സണാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്.
ഒരു കൊച്ച് പഠിക്കില്ലായിരുന്നു. ആ കൊച്ചിനെ അതിൻ്റെ അമ്മ ഇരുന്ന് തല്ലി അട്ടിച്ച് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് വഴക്കും പറഞ്ഞ് നല്ല അടി വെച്ച് കൊടുത്തോണ്ടിരുന്നപ്പം ഒരു ആളവിടെ കയറി വന്നു. അയാൾ അപ്പോൾ കൊച്ചു പറയണ്ടേ, അറിയത്തില്ലാത്തതുകൊണ്ടാണ് തോറ്റുപോയെന്ന് കൊച്ചിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും അമ്മ സമ്മതിക്കില്ല. നീ എൻ്റെ പഠിക്കാത്തതെന്ന് ചോദിച്ചാൽ അടിച്ചു കഴിഞ്ഞപ്പം ഈ അമ്മയോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അവൻ സത്യം പറയണമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടില്ലേ? അതുപോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? അവൻ പറഞ്ഞില്ലേ അവന് പറ്റുന്നില്ല എന്ന്? നിങ്ങൾക്ക് ആ ബോധം പോലും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ സത്യം അതല്ലേ? അവന് പറ്റില്ല, അവന് പഠിക്കാൻ പറ്റിയില്ല എന്ന് അവൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അവനതിനുള്ള പറ്റുള്ളൂ. അതങ്ങ് അംഗീകരിക്കാനുള്ള മനസ്സ് എന്തുകൊണ്ട് മാതാപിതാക്കൾക്കില്ല എന്നിങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പല മാതാപിതാക്കളും ഉണ്ടല്ലോ, എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്, പഠിക്കാൻ വേണ്ടി മാത്രം കിടന്ന് മരണപ്രാളം എടുക്കുന്നവർ. പഠിക്കുക. ശരിയാണ്, പഠിച്ച മാർക്കൊക്കെ കിട്ടിയാലേ എവിടെയെങ്കിലും എത്തുള്ളൂ. അതൊക്കെ നമ്മൾ ഒരു ഇതായിട്ട് പറയുന്നതാണ്. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ മക്കളുടെ കുഞ്ഞു ബാല്യവും അവരുടെ സ്നേഹവും അവർ പിന്നെ നമ്മളെ എങ്ങനെയാണ് കാണുന്നത്? പിന്നെ കുറേ വർഷങ്ങൾ കഴിയുമ്പം മാതാപിതാക്കളെ എടുത്ത് മിറ്റത്തിട്ടു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ വിഷമിച്ചിട്ടും അല്ല അമ്പലപ്പറമ്പിൽ കൊണ്ട് ഉപേക്ഷിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് സങ്കടം വരുന്നത്? ഇങ്ങനെയുള്ള മാതാപിതാക്കളെ അതേ മക്കൾ ചെയ്യുള്ളൂ. ചിന്തിച്ച് നോക്കി, അവനിഷ്ടമില്ലാത്ത കോഴ്സുകൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക, അവനിഷ്ടമില്ലാത്ത കോഴ്സുകൾ പഠിപ്പിച്ച് അവനെ മട്ടിപ്പിക്കുക, പഠിക്കാതിരിക്കുന്നതിന് ചീത്ത പറയുക, രാവും പകലും അടുത്തിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കി, ഒരു ജീവിതം എന്നാണ് ഒരു സ്ഥലത്തും പോകാതെ ഇങ്ങനെ എക്സാമാന്ന് പറഞ്ഞാൽ ലീവ് എടുത്തിരുന്നിട്ട് ശല്യമായിട്ട് കൂടുന്ന മാതാപിതാക്കളുമുണ്ട്. അത് തന്നെ ഒരു കൊച്ചിന് എക്സാമാന്ന് പറഞ്ഞാൽ അവനെ തിരിയാനും മറിയാനും സമ്മതിക്കാത്ത മാതാപിതാക്കളുമുണ്ട്. വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാരും ഉണ്ട്. അടുത്ത് തന്നെ ഇരുന്നിട്ട് അങ്ങ് എക്സാമാ കൊച്ചിന് പരീക്ഷ, കൊച്ച് പഠിക്കണം, അയ്യോ കൊച്ചിന് സ്കൂളുണ്ട് കേട്ടോ അതുകൊണ്ട് വരില്ല കേട്ടോ. ആ കൊച്ചിന് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കില്ലാത്ത ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പണ്ട് കാലത്ത് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു കേട്ടോ, മക്കളെ പഠിപ്പിക്കണം, പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി അവളുടെ മോനെ ഇങ്ങനെ ഭയങ്കര മടിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവളൊരു കൗൺസിലിംഗ് ചെന്നപ്പം എന്നെയും വിളിച്ചുകൊണ്ട് പോയി കൂട്ടിന് വേണ്ടി. ഈ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. അവൻ മടിയാന്ന് പറഞ്ഞു, പഠിക്കില്ല എന്ന് പറഞ്ഞപ്പം. അപ്പോൾ ഡോക്ടർ അവളോട് ചോദിച്ച കാര്യമുണ്ട്. ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവന് ടെൻഷൻ കയറുള്ളൂ, അവനൊരു വക പഠിക്കാതെയോ, അവനെ അവൻ്റെ ഫ്രീഡത്തിൽ വിടുക, പഠിക്കേണ്ട ആവശ്യം അവനറിയാം, പഠിക്കാൻ പറയുക, അത്രമാത്രം അവൻ പഠിച്ചു പോകുന്നുള്ളൂ എന്ന്. പക്ഷേ അവൻ 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കോടെ പാസ്സാകുകയും ചെയ്തു. അതോടുകൂടി അവളെ ആ അടിച്ചു കുത്തിയുള്ള പഠിപ്പീര് നിർത്തി അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ വിട്ടു, അവൻ്റെ ഇഷ്ടത്തിൽ വിട്ടു. അവൻ നല്ല മാർക്കോടെ 10ഉം +2 ഒക്കെ പാസ്സായി. ഇപ്പം ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ട് കേട്ടോ, BCA എടുത്ത് ചേർന്നിട്ടുണ്ട്. ഇതൊക്കെയാണ്. നമ്മളപ്പോൾ അങ്ങനെ ഒത്തിരി നിർബന്ധിക്കാൻ പോകുമ്പോൾ നമ്മളെ നിർബന്ധിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുക. ഇപ്പം ഞാനൊരു അടുക്കളയിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകെ നടന്ന് അത് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയില്ലേ? അതാ മക്കളും പറയണത്. മക്കൾ കാരണവന്മാരോട് തിരിച്ചു പറയണേ ഇത്രയേ ഉള്ളൂ. മക്കൾ ധിക്കാരം പറയുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? നമ്മുടെ അടുത്ത് സ്വൈര്യമില്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കാപ്പുറത്ത് ധിക്കാരം പറഞ്ഞു പോകും. അത് സ്വാഭാവികം മാത്രമാണ്. അതിനൊന്നും വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.